എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാക്കറ്റ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇതിന് മുൻപ് പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇനി അതുണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണിത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏത് പാക്കറ്റ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് MTRൻ്റെ ഗുലാബ് ജാമുൻ മിക്സാണ്. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത്രയും കൂടി വേണ്ട, ഇതൊരുപാട് അളവിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ നിന്നും ആവശ്യത്തിനുള്ളത് മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക. നമ്മളിവിടെ 1 കപ്പ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. 250 മില്ലിയുടെ ഒരു കപ്പാണിത്. അതിലേക്ക് അളന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ പൊടി കുഴയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ വെള്ളം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാലും എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പാലാണ്, ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ പാല് ഇവിടെ എനിക്ക് വേണ്ടി വന്നത് ഒരു 7 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ പാലാണ് ഇത് കുഴയ്ക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് ഇത് കുഴയ്ക്കരുത്. അങ്ങനെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇത് വെറും 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരുപാട് നേരം വെക്കണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഗുലാബ് ജാമുന് നമ്മൾ പഞ്ചസാര പാനി റെഡിയാക്കുമ്പോൾ അത് ഒരു നൂൽപ്പരുവൊന്നും ആകണ്ട, നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്കൊരു 3-4 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഗുലാബ് ജാമുൻ്റെ പേരിൽ തന്നെ ഒരു ഗുലാബുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ പനിനീര് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വേണം ഉരുളകളാക്കാനായിട്ട്. ഉരുളകളാക്കുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല സ്മൂത്ത് ആകുന്ന രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കറക്റ്റ് ഷേപ്പിൽ ഗുലാബ് ജാമുൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഉരുട്ടി കഴിഞ്ഞ് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിരുന്ന് സോഫ്റ്റായിട്ട് നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേക്ക് അത് ക്രാക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ തന്നെ ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് ചൂടിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതൊന്നും ക്രാക്കൊന്നും വീഴാതെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കുന്നതിനെക്കാട്ടിലും കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി ഇരിക്കുന്ന പഞ്ചസാര ലായനിയിലേക്ക് നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഗുലാബ് ജാമുൻ ഇടുന്നത്. നമ്മൾ ആ പഞ്ചസാര ലായനി എല്ലാത്തിലേക്കും ആകാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഗുലാബ് ജാമുനൊക്കെ പഞ്ചസാര ലായനി നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല വലുതായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്ത അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള MTRൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയാണെന്ന് ആരും പറയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും പറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ പാക്കറ്റ് പൊടി വെച്ചിട്ട് ചെയ്ത ഒരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ എല്ലാവരും ദീപാവലിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്